ഞങ്ങൾ അന്നത്തെ പ്രസംഗവും ഇന്നത്തെ പ്രസംഗവും വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ആ വിഷയം നമ്മൾ അന്ന് ആദർശ മുന്നേറ്റത്തിൽ ഉയർത്തിയ ഒരു ഭാഗം കൂടി വെച്ചു കൊടുക്കും. ഇത്ര പ്രശ്നമുള്ളൂ. നിങ്ങൾ അതിന്റെ സനദൊന്ന് വായിച്ചാൽ ഇനി അവിടെ ഞാൻ ഒന്നുകൂടി പറയാ. അത് മുജാഹിദുകളെ ഇബ്ലീസ് നിങ്ങളെ വസ്വാസാക്കിയതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ആസാറിന്റെ ആ ബറക്കത്തെടുത്ത വെള്ളം കുടിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. ആ ഭാഗ്യം ഇല്ലാതെയാക്കാൻ വേണ്ടി വസ്വാസ് ഖൽബിൽ ഇട്ട് തന്നതാണ്. ഹദീസിന് സനദ് പറയും പോലെ, അല്ലെങ്കിൽ ഒരു ഹുക്മ് സ്ഥിരപ്പെടാൻ സനദ് പറയുന്നത് പോലെ, തിരികേശമായാലും ആധാറുകളായാലും അതിന് സനദ് വേണം എന്ന വാദം അത് മുജാഹിദുകൾ ശരീഅത്തിൽ വെള്ളം ചേർത്തതാണ്. അത് അംഗീകരിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വകുപ്പില്ല. പിന്നെയോ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ അതിനെ ആദരിക്കലാണ് അദബ് കേട്ടോ. അത് ആരോടുള്ള അദബാണ്, സംശയമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ കൊണ്ടുവന്ന ആൾ മുബ്തദിആയി മാറിയാൽ, കൊണ്ടുവന്ന ആൾ ഫാസിഖായി മാറിയാൽ, കൊണ്ടുവന്ന ആൾ കളവ് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ, അതും ആരെ പേരിൽ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പ നിങ്ങൾക്കൊരു ബാധ്യത വന്നു, അത് തെളിയിക്കുക തന്നെ വേണം. അത് തെളിയിക്കാതെ സമൂഹത്തിന് അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിഞ്ഞാന്ന് ഈ ഗ്രൂപ്പിലിട്ട ക്ലിപ്പാണ്. ആ ക്ലിപ്പിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞുതരാം. മുജാഹിദ് വാലശ്ശേരിന്റെ ക്ലിപ്പ് അതിന് മുമ്പ് കുറച്ച് മുമ്പാടുണ്ട്. ആ വാലശ്ശേരി പറഞ്ഞ മർക്കസിലുള്ള മുടി റസൂലുള്ളാന്റെ ആണെങ്കിൽ അത് സനദ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും, അപ്പം നിങ്ങൾ സനദ് വായിക്കണം എന്ന് പറഞ്ഞു. ആ ക്ലിപ്പിട്ട് അതിന് ശേഷമാണ് ഓൻ ഇത് പറയണ്ടേ, നിങ്ങൾ അതിന്റെ സനദൊന്ന് വായിച്ചു തന്നാൽ, അപ്പൊ സനദിന്റെ ആവശ്യമില്ല ബർക്കത്തെടുക്കാൻ, നിബിധങ്ങളിലേക്ക് ചേർത്താൽ തന്നെ ബർക്കത്തെടുക്കാം. സനദ് വേണ്ട എന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, കൊണ്ടുവന്ന ആള് മുബ്തദിയായി, അപ്പൊ സനദ് വായിക്കണം. ഇവിടെ ചങ്ങായിയെ കൊണ്ടുവരുമ്പം ആ ഷെറുമാർക്കനല്ലേ, പിന്നല്ലേ എന്റെ വാദം വെച്ച് പറയുകയാണെങ്കിൽ തന്നെ പിന്നല്ലേ ആള് മുബ്തദി ആയത്. ഷെറുമാർക്ക് എന്ത് വെച്ചു? അതാ ഇന്നലെ ഞാൻ ചോദിച്ചത്. കൊണ്ടുവന്ന ആള് മുബ്തദി ആയാൽ ഷെറുമാർക്ക് മുബ്തദി ആയാല തന്നെ ഇവിടുന്ന് വരിക. ഇതിപ്പോ നെതിവിക്ക് ഒപ്പിക്കുകയാണ്. നെതിവി പറഞ്ഞല്ലോ, അപ്പൊ അത് തള്ളാനും വയ്യ, അത് കൊള്ളാനും വയ്യ. അപ്പൊ ഇവന്റെ വാദം എങ്ങനെയാണെന്ന് പറയും വേണം, നല്ല സനദ് നിങ്ങൾ വായിക്കും വേണം. നിങ്ങൾ മുബ്തദി വായിക്കണേ, നിങ്ങൾ കളവ് പറഞ്ഞ പോലാണ്, അപ്പൊ നിങ്ങൾ സനദ് വായിക്കണം. നെതിവി പറഞ്ഞല്ലോ സനദ് വേണമെന്ന്. അപ്പൊ ആ നെതിവി പറഞ്ഞാൽ അതിനെ തള്ളാനും വയ്യ, എന്നാലും ഇവനക്ക് ഇവരെ ആദർശത്തിൽ നിന്ന് മാറാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ കോലത്തേക്ക് പോയി. അധപ്പതനം, അല്ല എന്ത് പറയാനാ. പിന്നെ പറഞ്ഞ് വിശ്വാസം നമുക്ക് കൊണ്ടുവന്ന ആളെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സനദ് വേണ്ട, കൊണ്ടുവന്ന ആള് വിശ്വാസം ഇല്ലെങ്കിൽ സനദ് വേണം. പുതിയ ഉസൂലുണ്ടാക്കി. നെതിവിക്ക് അങ്ങനെ വാദമില്ല. നെതിവിക്ക് ആര് കൊണ്ടുവന്നാലും സനദ് വേണം. അപ്പൊ നെതിവിക്ക് ആ കൊണ്ടുവന്ന ആളിനെ വിശ്വാസമാവുള്ളൂ. വിശ്വാസമുള്ള ആൾ കൊണ്ടുവന്നു, അപ്പൊ നെതിവി സനദ് വേണ്ടെന്ന് പറയോ? അങ്ങനെ നെതിവിക്ക് വാദം ഉണ്ടെങ്കിൽ തെളിയിക്കടാ, നെതിവിനോട് പറയിപ്പിക്കേ. വിശ്വാസമുള്ള ആൾ കൊണ്ടുവന്നാൽ അവിടെ സനദ് വേണ്ട, നിബിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ തന്നെ അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് നെതിവിക്ക് വാദമുണ്ടോ? നെതിവി എന്താ പറഞ്ഞേ? അത് സ്ഥിരപ്പെടണമെങ്കിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ് എന്ത്, സനദ് വേണമെന്നുള്ളത്. അപ്പൊ ഒരാൾ കൊണ്ടുവന്നതുകൊണ്ട് വിശ്വാസനായതുകൊണ്ട് മാത്രം കാര്യമില്ല. സനദ് ഉണ്ടെങ്കിലേ ആ കൊണ്ടുവന്ന ഷെറുമാർക്കിനും വിശ്വസിക്കാൻ പറ്റുള്ളൂ, കൊണ്ടുവന്ന ആളും വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ നെതിവില്ലേ. ഇതിലൂടെ വിശ്വാസം, നമുക്ക് ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ സനദ് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്വീകരിക്കാം എന്നുള്ളടത്താ. നെതിവിന്റെ ഉസൂൽ വെച്ച് അൻ്റെതും ലോകത്ത് എല്ലാ ഷെറുമാർക്കും സനദ് ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളിടത്താണ് നെതിവില്ലേ. മനസ്സിലായ? നെതിവിൻ കൂട്ടാളികളുള്ളേ. അങ്ങനെ ആകുമ്പോൾ നെതിവിന്റെ ഉസൂൽ വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ഒരു ഷെറുമാർക്ക് കണക്ക് ചൂണ്ടിക്കാണിച്ച തരാൻ കഴിയോ? മുമ്പ് ഇത് അങ്ങോട്ട് ചോദിച്ച ചോദ്യപ്പം ഞങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. നെതിവിൻ കൂട്ടരും പറഞ്ഞ ഉസൂൽ വെച്ച്
ലോകത്ത് ഇന്ന് പല സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഒരു സൈറോ മുബാറക് ഉള്ളതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ? നിലവിൻ്റെ ഉസൂൽ വെച്ച് സനതോട് കൂടി ഏത് അൻവരി പറഞ്ഞ മാതിരി ഖണ്ഡിതമായ സനതുണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പോലെ വാദം ഉണ്ടല്ലോ. അത് കള്ളശരീയത്താണ്, അത് വഹാബി വാദമാണ്. അതാ ഞങ്ങൾ പറയണ്ടേ. നദീവിൻ്റെ ഉസൂൽ വെച്ച് നോക്കുമ്പോൾ അൻ്റെതും സൈറോ മുബാറക്കല്ല. എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരടോ, വായിച്ചിട്ട് സ്ഥിരപ്പെടുത്ത്. മോൻ പറയണ്ടേ ഞങ്ങളുടെ അടുത്തുണ്ട്, സനതുണ്ട്, ആർക്കും കാണിച്ചു കൊടുക്കുക, അതുകൊണ്ട് കാര്യമില്ല. വായിക്ക്, സ്ഥിരപ്പെടുത്ത്. ഇപ്പൊ നിധിവിനെ താങ്ങുക വല്ല ആളായിക്കാണ്ട്. എന്താണ് ചങ്ങായിയെ